നമസ്കാരം. പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് പോളണ്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആധികാരികമായിട്ട് എനിക്ക് പോളണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല. എങ്കിലും ഞാനിവിടെ വന്നിട്ട് ഒരു 2.5 വർഷത്തോളമായി. ആ ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അത് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ചില ആളുകൾക്കത് ഉപകാരപ്പെടുമായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആളുകൾ ജോബ് വിസയിലൊക്കെ വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. അനുഭവങ്ങളെന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഏജൻസി വഴി നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. ചില ഈ ജനറൽ വർക്കർമാരൊക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. കൺസ്ട്രക്ഷൻ മേഖലകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കൂടുതൽ ജോബ് സാധ്യത ഉള്ളതെന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള, അതായത് വെൽഡർ, ഫാബ്രിക്കേറ്റർ, ഇലക്ട്രീഷ്യൻ അങ്ങനെയുള്ള ജോബൊക്കെയാണ്. കൂടുതലും വെൽഡർമാരും ഈ ഫാബ്രിക്കേറ്റർമാരും ഒക്കെയാണ് ഇവിടെ വന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു വെൽഡറാണ്. കുറേ കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ നമ്മൾ ഇവിടെ യൂറോപ്പിൽ വരാൻ പറ്റി. ഈ നാടൊക്കെ ഒന്ന് കാണാൻ പറ്റി. പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് ഈ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ നല്ല വില്ലകളുടെയും എന്താ പറയുക, നല്ല കളറായിട്ട് നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ പടങ്ങളൊക്കെ, അതൊക്കെ കാണുമ്പോൾ കുഞ്ഞുനാളിൽ നമുക്കൊരാഗ്രഹം ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നത്. കൊച്ചിയിലെ തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. എൻ്റേന്നല്ല, പൊതുവെ അതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് തോന്നിപ്പോവും നമുക്ക് പുറത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എന്തോ അതിനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി. സ്വപ്നം പോലും കണ്ടതല്ല ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്നുള്ളത്. അതിന് ദൈവത്തിന് നന്ദി. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നാട്ടിലൊരു ഏജൻസിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഓഫർ ലെറ്റർ വരും, പിന്നെ വർക്ക് പെർമിറ്റ് വരും, പിന്നെ നമ്മളുടെ ഈ പാസ്പോർട്ട് കാര്യങ്ങൾ അതൊക്കെ അവർ മൊത്തം സ്കാൻ ചെയ്യും. ലീഗലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ ഡൽഹിയിലോ ബോംബെയിലോ അവിടെ അവർ ഏജൻസികളിൽ കൊടുത്ത് അത് അറ്റസ്റ്റ് ചെയ്തൊക്കെ വരുന്നൊരു പരിപാടിയുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് VFSലൊക്കെ പോയി അതവിടെ സബ്മിറ്റ് ചെയ്ത് പിന്നെ വിസ അടിച്ച് വരാതിരിക്കാം. അത് ഓരോ ഇപ്പം ഇങ്ങോട്ട് വരുന്ന ചില കമ്പനികളെ ആശ്രയിച്ചൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ, ശരിയായ ഡോക്യുമെൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ എംബസിയിലത് റിജക്ഷൻ ആവാം. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു യൂറോപ്പിലേക്കുള്ളൊരു പ്രോസസ്സിങ് എന്നൊക്കെ പറയുന്നത് ഒരു 6 മാസമെങ്കിലും നമുക്ക് ടൈം വേണ്ടി വരും. വളരെ ചുരുക്കം ചില സമയങ്ങളിൽ ഒരു 3 മാസമോ 4 മാസമോ കൊണ്ടൊക്കെ ശരിയായി വരുന്നവരുണ്ടാവാം. പൊതുവേ ഒരു 6 മാസമൊക്കെ എടുക്കും. ഞാനിങ്ങോട്ട് വന്നത് ശരിക്കും 1 വർഷത്തോളം ഡിലേ ആയിരുന്നു. അതായത് കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ കുറേ അങ്ങനെയൊക്കെ ലേറ്റാവും. നമ്മൾ ഇത് കൊടുത്തിട്ട് നിൽക്കുന്ന ആളുകൾ നിരാശപ്പെടരുത്. കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ശരിയാവും. അപ്പോൾ അങ്ങനെ സമാധാനിച്ചിരിക്കുക. പിന്നെ നമ്മളെ കൂടെയൊക്കെ എന്താ പറയുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ, അപ്പോൾ നമ്മൾ ഏജൻസികളിൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളുമൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ ആയിരിക്കണം. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുക. അത് മാക്സിമം ഒറിജിനൽ തന്നെ ആയിരിക്കണം. ഫേക്കായിട്ടുള്ള സംഭവങ്ങളൊന്നും വെക്കരുത്. അതുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എംബസിയിൽ റിജക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഗൾഫും ഇവിടത്തെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ നമ്മൾ ചെന്ന് 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ജോലിക്കിറങ്ങും. അതാണ് ഗൾഫിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ വന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ ഈ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഏജൻസികളായിരിക്കും. പൊതുവെ ഒരു ഏജൻസിയാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരിവിടെ നമ്മളെ സപ്ലൈക്ക് കൊടുക്കുക ചെയ്യുന്നത്. മറ്റ് കമ്പനികൾക്ക് സപ്ലൈക്ക് കൊടുക്കുക ചെയ്യുന്നത്. അവർ കൊണ്ടുവന്ന് ഇപ്പോൾ വെൽഡർമാരാണെങ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ഫാബ്രിക്കേറ്റർമാർക്ക് ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് നമുക്ക് പെർമിറ്റ് എടുത്ത് തരും. അതിന് ശേഷം മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് വന്ന ഉടനെ നമുക്ക് ജോലിക്ക് ഇറങ്ങാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആരും വരരുത്. ചിലപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ഉണ്ടാവാം, പക്ഷേ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്, ചിലർക്ക് പെട്ടെന്ന് തന്നെ ശരിയാവും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒക്കെ നടക്കും. ചിലർക്ക് ചിലപ്പോൾ 1 മാസമോ അതിൽ കൂടുതലോ ഒക്കെ ഇരിക്കേണ്ടി വരും.
അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അക്കോമഡേഷൻ ഉണ്ടാവും, ഫുഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. വളരെ ചുരുക്കം ചില ആളുകൾ വല്ലതും ചിലപ്പോൾ 1-2 നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കമ്പനികളുണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല, പറഞ്ഞതാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് 90% കമ്പനികൾ ഇവിടെ ഫുഡെന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. ചില കമ്പനികൾ അക്കോമഡേഷൻ്റെ പൈസയും കട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട, ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം പൈസ കയ്യിൽ വെച്ചിരിക്കണം. ഞാൻ ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ആരോടും ഒന്നും അന്വേഷിച്ചൊന്നും ഇല്ലായിരുന്നു. വന്ന സമയത്ത് എൻ്റെ കയ്യിലും പൈസയൊക്കെ കുറവായിരുന്നു. പിന്നെ ഞാൻ 2 മാസത്തോളം ഞാൻ റൂമിലിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ജോബ് കിട്ടിയത് തന്നെ. അപ്പോൾ വരുന്നവർ ഒരിക്കലും നിരാശപ്പെടരുത്. ജോബ് എന്തായാലും കിട്ടും. നമ്മൾ ജോലി അറിയാവുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. അപ്പോൾ അതിലൊന്നും ആരും വിഷമിക്കുകയും എനിക്കിവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ടി വന്നല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പോൾ അതൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വരാൻ. പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടിയെന്ന് വരില്ല, ചിലർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അത് ഓരോരുത്തരുടെ എന്താ പറയുന്ന ഒരു സമയം പോലും ഇരിക്കും. പിന്നെ എങ്ങനെയായാലും നമ്മളിവിടെ വന്ന് നമ്മൾ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളുമൊക്കെ തീരണമെങ്കിൽ ഏകദേശം 1 വർഷത്തോളം സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം വരാൻ. വന്ന് ചിലർ ചിന്തിക്കും നമുക്ക് 6 മാസം കൊണ്ട്, ചില ഏജൻസിക്കാർ പറയും പെട്ടെന്ന് 6 മാസം കൊണ്ട് നിങ്ങളുടെ കടമൊക്കെ തീരും എന്നൊക്കെ പറയും. ചുമ്മാതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. വന്ന ഉടനെ ചിലപ്പോൾ നമുക്ക് വലിയ ഹൈ സാലറി ഒന്നും കിട്ടിയില്ല എന്ന് വരും. പിന്നെ ഇവിടെ നിന്ന് ചാടിപ്പോകുന്ന ചില ആൾക്കാരുണ്ട്. ഈ പാസ്പോർട്ടെന്ന് പറഞ്ഞ സാധനം, സാധാരണ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മളെ പാസ്പോർട്ട് നമ്മൾ പോകുന്ന ആ കമ്പനി വാങ്ങിച്ച് വെക്കാറാണ് പതിവ്. ഇവിടെ പാസ്പോർട്ടെന്ന് പറഞ്ഞ സാധനം ആരും വാങ്ങിച്ച് വെക്കാറില്ല, നമ്മളെ കയ്യിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചിലർക്ക് നല്ല ഓഫറുകൾ വരും. വേറെ കമ്പനികൾ പലരും ആശ്രയിക്കും. ഇങ്ങനെ അവിടെ ചാൻസ് ഉണ്ട്, ഇവിടെ ചാൻസ് ഉണ്ട്, ഇതിൽ തരുന്നതിനൊക്കെ കൂടുതൽ ശമ്പളം തരാം എന്നൊക്കെ പറയും. ചിലർ ഇപ്പം നമ്മളെ സുഹൃത്തുക്കളൊക്കെ വല്ലവരും പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്, അത് ശരിയായിട്ട് വേണമെങ്കിലും എടുക്കാം, തെറ്റായിട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നെന്നിരിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, മാക്സിമം നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ 1 വർഷത്തെ വിസയോ 2 വർഷത്തെ വിസയോ ഒക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ 1 വർഷത്തെ, എനിക്ക് വന്നപ്പോൾ 1 വർഷത്തെ വിസയായിരുന്നു അടിച്ചത്. ആ വിസ തീരാറായ സമയത്താണ് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഇവിടെ TRC എന്ന് പറയും. ഈ TRC നമുക്ക് പിന്നെ വിസ അടിച്ച് വരുന്നത് ഒരു കാർഡായിട്ടാണ് നമുക്ക് കൈ കിട്ടുന്നത്. ഈ സാധനം, ഈ കാർഡ് വിസ അടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല കമ്പനികളിൽ കുറച്ചുകൂടെ ബെറ്റർ സാലറിക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നതാണ്. പക്ഷെ അതുവരെ, അതായത് ഏകദേശം നിങ്ങൾ വന്ന് ഇപ്പോൾ നമുക്ക് TRC ചിലപ്പോൾ കിട്ടണമെങ്കിൽ കുറച്ച് താമസം എടുക്കും. നമ്മളിപ്പോൾ വിസ തീർന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം എടുക്കും TRC കിട്ടാൻ. ഈ പുറത്ത് ആളുകൾ കൊടുക്കാറുണ്ട്. ചില വക്കീലന്മാരയിൽ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിന് കുറച്ച് പൈസ കൂടുതലാവും. ചിലപ്പോൾ നമുക്ക് TRC അടിച്ച് കിട്ടുക എന്ന് പറയുന്നത് 3 വർഷത്തേക്കായിരിക്കും വിസ അടിച്ച് വരുന്നത്. ചിലർക്ക് 1 വർഷമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ TRC നമ്മൾ വന്ന് ഒരു കമ്പനി ജോലിക്ക് കയറി ക്ഷമയോടുകൂടി ഈ കാർഡൊക്കെ കിട്ടിയിട്ട് മറ്റ് നല്ല ശമ്പളത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ വന്ന ഉടനെ വേറെ ചാടി വേറൊരു കമ്പനിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസത്തെ നല്ല ശമ്പളമായിരിക്കും ഓഫർ ചെയ്യുന്നത്. ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ ജോലി കാണും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ഇവിടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരാൻ നിൽക്കുന്ന ആളുകൾ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വന്ന് നമുക്ക് തെറ്റില്ലാത്തൊരു ശമ്പളം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തെറ്റില്ലാത്ത സാലറി എന്തായാലും കിട്ടും. ഇപ്പോൾ ഗൾഫിനെയൊക്കെ അപേക്ഷിച്ച് നല്ല സാലറി ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമ ഒന്ന് കാണിക്കുക. 1 വർഷമോ 2 വർഷമോ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ജോബാണ്, നമ്മൾ നിൽക്കുന്ന കമ്പനി വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ തുടരാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഉദാഹരണത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികൾ, ഡ്രൈ പാനുകൾ, കുക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുന്നത്, ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. പിന്നെ ഇവിടെ ഇന്ത്യയുടെ സാധനങ്ങളൊക്കെ കിട്ടും. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. എന്നാലും നമ്മളെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ തീരെ വയ്യാഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല, അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്ന സാധനം കിട്ടത്തുമില്ല.
ഇവിടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നേരത്തെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹോസ്പിറ്റലെന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം അന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ പറ്റും. അതോരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ പൊതുവെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞാനത് അനുഭവിച്ച ഒരാളാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരെന്ന് പറയുന്നത് ശരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം മരുന്നുകളൊക്കെ ആയിട്ട് വേണം വരാൻ. പിന്നെ പ്രധാനമായിട്ട് പറയാൻ എന്നുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. അതിഗംഭീരമായ തണുപ്പാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു കാലാവസ്ഥയെന്ന് പറയുന്നത്. ചൂടെന്ന് പറയുന്നത് ഒരു 2-3 മാസം നല്ല കാലാവസ്ഥയായിരിക്കും, ചൂട് കാലാവസ്ഥയായിരിക്കും. ബാക്കി കൂടുതലും ഇവിടെ തണുപ്പ് തന്നെയാണ്. തണുപ്പെന്ന് പറയുന്നാൽ ഒരു -22-23 ആ റേഞ്ചൊക്കെ വരും തണുപ്പെന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി തണുപ്പാണ്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതായത് വെൽഡർമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ജോലി ചെയ്യാൻ സുഖമാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ കൊടും ചൂടാണ്. ആ ചൂടത്തൊക്കെ വെൽഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ആണെങ്കിൽ ഈ തണുപ്പായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാലും പുറത്ത് ഒക്കെ ജോലി ചെയ്യേണ്ടി വരും. ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ സൈറ്റുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഈ തണുപ്പൊക്കെ അനുഭവിക്കേണ്ടി വരും. കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര പ്രകൃതി രമണീയം, എന്താ പറയുന്നത്, വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ ഈ സ്ഥലം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ അനുഭവിക്കാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ വരുമ്പോൾ അത്യാവശ്യം നല്ല സ്വെറ്റർ, നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൗസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. ഇവിടെയും കിട്ടും നല്ല സാധനങ്ങളൊക്കെ, എന്നാലും അത്യാവശ്യം വില കൂടുതലാണ്. അതിനെ അപേക്ഷിച്ച് നമ്മളെ നാട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് വില കുറവായിരിക്കും, നല്ല സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ആധികാരികമായിട്ട് പോളണ്ടിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഈ വന്ന എൻ്റെ ഒരു 2.5 വർഷത്തെ എക്സ്പീരിയൻസാണ്, അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വളരെ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വരും വീഡിയോയിലൊക്കെ അതെനിക്ക് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.